മണ്ണിടിച്ചിൽ നിരീക്ഷണത്തിനും മുന്നറിയിപ്പ് നൽകുന്നതിനും അമൃത യൂണിവേഴ്സിറ്റി നൽകിയ പ്രോജക്റ്റ് പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേരത്തെ താൻ നേരിട്ട് വള്ളിക്കാവ് ആശ്രമത്തിൽ പോയി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. പ്രകൃതി ദുരന്തം നേരിടുന്നതിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്തം ആവശ്യമാണ്. തുടർ നടപടികൾ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കും. വന്യമൃഗ ആക്രമണം ലഘൂകരിക്കുന്ന നടപടികളിൽ അമൃത എഞ്ചിനീയറിംഗ് കോളേജ് കണ്ടെത്തിയ സംവിധാനം ഉപയോഗപ്പെടുത്തും. കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രത്യേക പ്രദർശനത്തിലേക്ക് അമൃത എഞ്ചിനീയറിംഗ് കോളേജിനെ ക്ഷണിച്ചിട്ടുണ്ട് എന്നും ടി സിദ്ദിഖ് ഡൽഹിയിൽ പറഞ്ഞു. ഞാൻ നേരത്തെ അമൃത വള്ളിക്കാവ് ആശ്രമത്തിൽ പോയി സംസാരിച്ചൊരു സബ്ജക്റ്റ് കൂടിയാണത്. അമൃത യൂണിവേഴ്സിറ്റി ഈ കാര്യത്തിൽ വളരെ സീരിയസ് ആയിരുന്നു. അവരുടെ ടീം 2 തവണ മേപ്പാടിയിൽ വന്നിരുന്നു, 2 തവണ. അപ്പോൾ ആ 2 തവണ വന്ന സമയത്ത് ഒരു തവണ കലക്ട്രേറ്റിലെ ചർച്ചയും മറ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സർക്കാർ ഒറ്റയ്ക്ക് നീങ്ങേണ്ടതായിരിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇത്. ഇതിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഉണ്ടാകും. എന്നിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. അമൃത ഉൾപ്പെടെയുള്ള ഇതിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തി PPP മോഡൽ, അവരുടെ നോഹോ, അവരുടെ എക്സ്പെർട്ടൈസ് ഒക്കെ ഈ കാര്യത്തിൽ യൂസ് ചെയ്യണം എന്നുള്ളതാണ് സമീപനം. ആ കാര്യത്തിലുള്ള തുടർ നടപടികൾ മുഖ്യമന്ത്രിയായിട്ടും ഗവൺമെൻറ്റുമായിട്ടും സംസാരിക്കും. അടുത്ത മാസം കൃഷിവകുപ്പ് നടത്തുന്ന ഈ വന്യമൃഗ ആക്രമണത്തെ ലഘൂകരിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിക്കപ്പെട്ടതും പരീക്ഷണത്തിലുള്ളതുമായിട്ടുള്ള ഡിവൈസസും തിങ്കിങ്ങും ഐഡിയാസും അത് മുഴുവൻ പ്രദർശിപ്പിക്കാനും പബ്ലിക്കിലേക്കും കർഷകരിലേക്കും എത്തിക്കാനുള്ള ഒരു കോൺക്ലേവ് നടക്കുമ്പോൾ, അപ്പോൾ അതിലേക്ക് ഞാൻ അമൃത എഞ്ചിനീയറിംഗ് കോളേജസിനെയും ക്ഷണിച്ചിട്ടുണ്ട്. അമൃത യൂണിവേഴ്സിറ്റി അവരുടേതായ കണ്ടെത്തലുകൾ, അവരുടേതായിരിക്കുന്ന തിങ്കിങ് അവതരിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്.